ഹലോ നമസ്കാരം. കണ്ണൂർ ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്, പയ്യന്നൂരിൽ. എനിക്കൊപ്പം ഉള്ളത് സഞ്ജയ് പി മലറും സഞ്ജയുടെ ഫാമിലിയുമാണ്. ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ സഞ്ജയ്. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയാണ് സഞ്ജയ്. അപ്പോൾ സഞ്ജയുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അവരെല്ലാവരും ആ ഒരു വിജയത്തിൻ്റെ, ആ ഒരു നേട്ടത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലും ആനന്ദത്തിലും ഒക്കെയാണ്. അപ്പോൾ അവരോട് നമുക്ക് ആ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സഞ്ജയുടെ അച്ഛനുണ്ട് ഇവിടെ. അച്ഛൻ്റെ പേരെന്താണ്? പ്രവീൺ. സാർ എന്താണ് ചെയ്യുന്നത്? ഡോക്ടറാണ്. എവിടെയാണ്? ഇവിടെ തന്നെ, പയ്യന്നൂർ. ഓക്കെ. അപ്പോൾ സഞ്ജയ്ക്ക് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു നിങ്ങൾക്ക് ആ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിലും നേട്ടം അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരിക്കലും ഈ ലെവലിൽ അവനെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു പുള്ളി ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയായിരുന്നു? അവനൊരു സാധാരണ കുട്ടിയായിരുന്നു. ഓടിച്ചാടി നടക്കുന്ന, കുറേ വികൃതിയൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ സ്കൂളിലും ഒക്കെ ആയിരുന്നു, പഠിക്കുകയൊക്കെ ആയിരുന്നു. പഠിക്കാനൊക്കെ തന്നെത്താൻ ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു? ഇല്ല, അവൻ പഠിക്കുമായിരുന്നു, കുറേ വായിക്കുമായിരുന്നു. കുറേ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും അവനങ്ങനെ ഒരു ഒരു എയിമിലേക്ക് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അവൻ മുമ്പോട്ട് പോയി. അപ്പോൾ ഈ എൻജിനീയറിംഗ് ആണ് തൻ്റെ ഒരു കരിയർ എന്ന് ഏത് സമയം മുതലാണ് അത്? അവന് മുമ്പേ തന്നെ ഫിസിക്സും മാത്സും ഒക്കെ ആയിരുന്നു താല്പര്യം. അങ്ങനെ ബയോളജിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെ പറഞ്ഞ് ബയോളജി വേണ്ട. +2 ബയോളജി എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ KVPYക്കും പിന്നെ ഐസറിനൊക്കെ, അന്നേരം നമുക്ക് ഐസറൊക്കെ ആയിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെയൊക്കെ ബയോളജി പഠിക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ ബയോളജി എടുത്താണ്. അല്ലെങ്കിൽ ബയോളജിക്ക് അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്സിനോടായിരുന്നു കൂടുതൽ? മാത്സും ഫിസിക്സും ഒക്കെ ആയിരുന്നു അവൻ്റെ താല്പര്യം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ ബ്രില്യൻറ്റിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻട്രൻസ് പരിശീലനത്തിന് ബ്രില്യൻറ്റിലേക്ക് വരാമെന്ന് തീരുമാനിക്കാൻ കാരണം? ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് എഴുതി. അപ്പോൾ അത് കഴിഞ്ഞുള്ള കൗൺസിലിങ്ങിൽ പിന്നെ ബ്രില്യൻറ്റ് കുറച്ചും കൂടി ഓപ്പണായി തോന്നി. മറ്റുള്ളവർ കുറച്ചും കൂടി ഒരു ബിസിനസ് മൈൻഡഡായിട്ട് തോന്നിയത് കൊണ്ടാണ്. അല്ലാണ്ട് ആ സമയത്ത് റിസൾട്ടൊന്നും നോക്കിയില്ല. പക്ഷേ സംസാരത്തിൽ ബ്രില്യൻ്റ് അപ്രോച്ച് കുറച്ചും കൂടി ഓപ്പണായി തോന്നി. മാഡത്തിൻ്റെ പേരെന്താണ്? വീണ. എന്താ ചെയ്യുന്നത്? ഡോക്ടറാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ പ്രൊഫസറാണ്. ഓക്കെ. അപ്പോൾ സഞ്ജയ്ക്ക് ഇത്തരം നല്ലൊരു റാങ്കും അതുപോലെ തന്നെ ഒരു മാർക്കൊക്കെ കിട്ടി ഈ ഒരു അവസരത്തിൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഒന്നും പറയാൻ പറ്റുന്നില്ല, അത്ര സന്തോഷമുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ബ്രില്യൻറ്റ് ഹി ഹാസ് ഡൺ ഓൾ ദിസ്. പുള്ളി ഇപ്പം ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ടോ വീട്ടിലേക്ക് വന്ന്? ചെറുപ്പം തൊട്ട് എല്ലാം വായിക്കും, എല്ലാം ചെയ്യും. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, പിന്നെ നമുക്ക് അവനെ പറ്റി വറി ചെയ്യാനുണ്ടായിട്ടില്ല. അവൻ ആക്ച്വലി എൻജോയ് ചെയ്ത് അവിടെ. അവൻ തൃശ്ശൂരായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5 മണിക്കൂറുണ്ടല്ലോ. അപ്പോൾ അടുത്തില്ലാത്ത ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ബ്രില്യൻ്റ് അവൻ്റെ ഹോസ്റ്റലായാലും പിന്നെ സ്കൂളിലായാലും ഒക്കെ അവർക്ക് കുട്ടികൾക്ക് വിഷമം വരാത്ത രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ നമുക്കൊരു ടെൻഷനുള്ള ഒരു വറി ഉണ്ടായിട്ടില്ല. അവനെ ഇവിടെ വന്നാലും നമ്മളവനെ അവിടെ കാണാൻ പോയാലും പിന്നെ തിരിച്ചു പോകുമ്പോൾ അയ്യോ ഹോസ്റ്റലിലേക്ക് പോവുകയാണല്ലോ, ഇനി വീണ്ടും തിരിച്ചു പോകണമല്ലോ എന്നുള്ള ഒരു വറി അവൻ്റെ മുഖത്ത് ഉണ്ടായിട്ടില്ല. അതെ, തിരിച്ചു പോകുമ്പോൾ അവൻ സന്തോഷവാനായിരുന്നു. അതിലവൻ്റെ അവിടുത്തെ ഹോസ്റ്റൽ മേറ്റ്സും ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അവർക്ക് ഒരു പങ്കുണ്ട്. അവരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അവൻ്റെ ടീച്ചേഴ്സ് എല്ലാവരോടും. ഹോസ്റ്റൽ ലൈഫും അവൻ്റെ അവിടുത്തെ പഠിത്തവും ബ്രില്യൻറ്റിലെ പഠിത്തവും പിന്നെ ടീച്ചേഴ്സിൻ്റെയും എല്ലാം അവൻ എൻജോയ് ചെയ്തു. അപ്പോൾ അതുപോലെ സഞ്ജയുടെ ഗ്രാൻഡ് ഫാദറാണ്. സാറിൻ്റെ പേരെന്ത്? ഗോപിനാഥ്. സാർ എന്തായിരുന്നു? ഡോക്ടർ. മൊത്തത്തിൽ ഡോക്ടർ ഫാമിലിയാണല്ലേ. ഡോക്ടർ ഫാമിലിയിൽ നിന്നുമാണ് ഒരു എൻജിനീയർ കൂടി വരുന്നത്. അപ്പം സാറിന് എന്താ തോന്നുന്നത് ഈ ഒരു അവസരത്തിൽ സഞ്ജയ്ക്ക് ഇപ്പം ഇത്രയും നല്ലൊരു മാർക്ക് കിട്ടി, IIT അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന ഒരു സമയം? സഞ്ജയ് നല്ല മാർക്ക് എപ്പോഴും കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇത്ര നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ബ്രില്യൻ ട്യൂട്ടോറിയൽ അതിന് വേണ്ടുന്ന ഇത് ചെയ്തു എന്നുള്ളതാണ്, എൻകറേജ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്രയും ഒരു മാർക്ക് കിട്ടുന്നുള്ള അത് ബ്രില്യൻറ്റിലുള്ള ആ ഒരു
ട്രെയിനിങ്ങിൻ്റെ കൊണ്ടാന്ന് ഞാൻ സംശയമൊന്നുമില്ല. അപ്പോൾ സഞ്ജയുടെ അനിയനാണ്. മോൻ എത്ര പഠിക്കുന്നത്? ഞാൻ 7ലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ചേട്ടന് നല്ലൊരു മാർക്ക് കിട്ടിയേ എഞ്ചിനീയറൊക്കെ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? എൻ്റെ ഏട്ടനെ കുറിച്ച് പ്രൗഡാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും വലുതായിട്ട് ഏട്ടൻ്റെ പോലെ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചേട്ടൻ പറഞ്ഞാരൊക്കെ ഉണ്ടോ പഠിക്കാനൊക്കെ ആയിട്ട്? ഹെൽപ്പ് ചെയ്യാറുണ്ടോ പഠിക്കാൻ? ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യലുണ്ട്. മാത്സൊക്കെ കൂടുതൽ അച്ഛനാണ് ഹെൽപ്പ് ചെയ്യല്. ഓക്കെ. മോനും ഇനി ഭാവിയിൽ എഞ്ചിനീയറിങ്ങിലോട്ട് പോകാനാണ് താല്പര്യം? ആ ചേട്ടൻ്റെ പാത തന്നെ പിന്തുടരാൻ വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ, ഗുഡ്. സഞ്ജയുടെ ഒരു കസിൻ സിസ്റ്റർ കൂടിയുണ്ട്. നമുക്ക് മോളോട് മോളുടെ പേരെന്താ? ആര്യ. എത്രയല്ലേ പഠിക്കുന്നത്? 9. ഓക്കെ. എന്താ പറയാനുള്ളത് മോൾക്ക്? എനിക്ക് സഞ്ജയേട്ടൻ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രൗഡായ ഒരു മൊമെൻ്റാണിത്. എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കണം എന്ന ഒരു ആഗ്രഹവും എനിക്കുണ്ട്. ഓക്കെ. അപ്പോൾ മോൾക്ക് എന്താണ് സഞ്ജയ് പോലെ തന്നെ ഒരു എഞ്ചിനീയർ ആവാനാണോ താല്പര്യം, അതോ? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുന്ന ഒത്തിരി സമയമുണ്ടല്ലോ അല്ലേ? മോൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെസ്സ് കളിക്കുന്നതാ. ഞാൻ ചെസ്സ് സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലൊക്കെ നല്ല കാഴ്ചകൾ വെച്ചിട്ടുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടമായൊരു കളിയാണ് ചെസ്സ്. അതിൽ ഞാൻ കുറച്ചും കൂടെ ഫ്യൂച്ചർ വേണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. സഞ്ജയ് പറയുന്നു, എന്താണ് തോന്നുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ? സന്തോഷമായി നല്ല മാർക്സൊക്കെ കിട്ടിയതിൽ. ഇതൊക്കെ ബ്രില്യൻ്റ് കാരണമാണെന്നുള്ളത് നിസ്സംശയമാണ്. ജോർജ് സാറ് പറഞ്ഞ പോലെ 70% നമ്മുടെ ഹാർഡ് വർക്കാണെങ്കിലും 30% എങ്കിലും ബ്രില്യൻറ്റിൻ്റെ ഒരു റോളുണ്ട്. ആ ഒരു സിസ്റ്റം അതേപോലെ ഫോളോ ചെയ്ത് തന്നെയായിരുന്നു പോകുന്നിരുന്നത്? അതെ അതെ. ബ്രില്യൻറ്റിൽ നല്ല ഗൈഡൻസൊക്കെ ആയിരുന്നു. ക്ലാസ് ടീച്ചറായ അമൽ സാറ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യുമായിരുന്നു. വളരെ നല്ല സിസ്റ്റമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി മോന് എവിടെ പഠിക്കണമെന്നാണ്? ഡ്രീം ക്യാമ്പസ്, ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഒരു കോഴ്സ് പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഏത് ക്യാമ്പസാണ് ഡ്രീം ക്യാമ്പസായിട്ട് കാണുന്നത്? IAC ആണ്. ഓക്കെ. അപ്പോൾ ഇനി ബ്രില്യൻറ്റിലേക്ക് എന്നാണ് വരുന്നത്? എല്ലാവരും ഫാമിലി ആയിട്ട് വിക്ടറി ഡേ ഉണ്ട്. വിക്ടറി ഡേക്ക് എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു സമയത്ത്. ഓക്കെ. അപ്പം മോൻ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ, അപ്പോൾ വലിയൊരു എഞ്ചിനീയറായി മാറാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.